ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല ഏട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. ജഹാദീനാം ജഗൽ സർവം എന്ന് വെച്ചാൽ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ജ്യോതിഷ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും ഈ ഫ്ലോറിൽ ഇരിക്കുമ്പോ ഒരാളെ സ്മരിച്ചുകൊണ്ട് തുടങ്ങണം വിചാരിക്കാന്ന്. ഇവിടെ ISROയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വരെ റോക്കറ്റിന് സമയം കുറിച്ചു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പ്രവചിക്കുമെന്ന് വെല്ലുവിളിച്ച ആള് അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ഇവിടുത്തെ റോക്കറ്റ് വിടാൻ നേരെ എഴുതി കൊടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ചോദിക്കണം, എഴുതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? താൻ പീഡിപ്പിക്കാൻ ശ്രമിക്കാൻ പോകുന്ന പെൺകുട്ടി നിലവിളിക്കുമെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമെന്നും പുറകെ പോലീസ് വരുമെന്നും പോക്സോ കേസിൽ ജയിലിലാകുമെന്നും അറിയാൻ കഴിയാതെ പോയ ആ മഹാജ്യോതിഷിയുടെ മുമ്പിൽ ശിരസ് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാണിപ്പയ്യൂരിന്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അച്ചട്ടാണ്. ആരാധകരെ കണ്ട 2018 അദ്ദേഹത്തിന്റെ ഒരു പ്രവചനം ഏകദേശം മെയ് ജൂൺ മാസത്തിൽ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കടുത്ത വരൾച്ചയിലേക്കാണ് കേരളം പോകുന്നതെന്നാണ്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റിൽ നമ്മൾ വെള്ളം കൊണ്ട് നിൽക്കാൻ പറ്റാതെ മനുഷ്യർ പെട്ടിയും കൊടുക്കയായിട്ട് ഓടുക. പറയുന്നത് ദൈവികമായ ശാസ്ത്രമായിട്ടാണ്. ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ജ്യോതിഷം എന്ന് പറയുന്നത് പൈശാചിക പ്രവൃത്തിയാണ്. എനിക്കറിയില്ല. ദൈവവും തന്റെ മലക്കുകൾ എന്ന് പറയുന്ന അനുചര വൃന്ദനും ചേർന്ന് നടത്തുന്ന ചർച്ചകൾ, ആ രാജസദസ്സിൽ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്ന പിശാജ്, ആ ഈ പിശാജിനെ ഉപാസിക്കുന്ന ആളുകൾക്ക് ചില രഹസ്യങ്ങൾ ഇങ്ങനെ വീതം വെച്ചു കൊടുക്കും. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? അത്തരം പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവന്റെ ആരാധന സ്വീകരിക്കാൻ പാടില്ല, മീൻസ് ദൈവത്തിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതുമാണ് ഇസ്ലാമിക. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഈ ജ്യോതിശാസ്ത്രത്തിൽ ഈ ഇരിക്കുന്ന ഇത്രയും പേരിൽ ആർക്കെങ്കിലും എന്താണ് നക്ഷത്രം, എന്താണ് തിഥി എന്നൊന്ന് പറയാൻ സാധിക്കുമോ? ആദ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും കണ്ടെടുക്കപ്പെട്ട ഏറ്റവും പഴയ ഗ്രന്ഥം എന്ന് പറയുന്നത് BC 12-14 നൂറ്റാണ്ടുകൾ കാലപ്പഴക്കം പറഞ്ഞിട്ടുള്ള വേദാംഗ ജ്യോതിഷമാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പറയുന്നത് തെറ്റാണ്. BC 6-ാം നൂറ്റാണ്ടിലാണ് വരാഹമിഹിരൻ ഗ്രന്ഥം എഴുതിയത്. BC 6-ാം നൂറ്റാണ്ടിലല്ല, AD 6-ാം നൂറ്റാണ്ടിലാണ്. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ വരാഹമിഹിരന്റെ ബൃഹത് ജാതകം വരുന്നത് AD 6-ാം നൂറ്റാണ്ടിൽ. അറിയാമോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ജ്യോതിശാസ്ത്രത്തിലെ ഒരു ശ്ലോകമെങ്കിലും ഒരു പറയട്ടെ. നിങ്ങളുടെ വിശ്വാസങ്ങളെയോ നിങ്ങളുടെ ഏതെങ്കിലും ധാരണകളെയോ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാൾ ജ്യോതിഷത്തെ കുറിച്ച് ശ്ലോകം പഠിക്കണമെന്നുണ്ടോ? കാര്യം ഇതാണ്, ബാബിലോണിയയിൽ ഉണ്ടായിരുന്ന കാൽഡിയൻ ജ്യോതിഷികളാണ് യഥാർത്ഥത്തില് ഫലഭാഗ ജ്യോതിഷം കൊണ്ടുവരുന്നത്. പുലിയാണ് കേട്ടാ. അത് പിന്നീട് ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അലക്സാണ്ടറുടെ ആക്രമണ ശേഷം, അതായത് BC 326 ശേഷമാണ് ഫലഭാഗ ജ്യോതിഷം ഇന്ത്യയിലേക്ക് വരുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതിനെ അധികരിച്ചാണ് വരാഹമിഹിരൻ 6-ാം നൂറ്റാണ്ടിൽ ബൃഹത് ജാതകം ഇടുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല, ഇത് ചരിത്രമാണ്. ഒരു സെക്യാട്രിസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ മാനസികാവസ്ഥ ചന്ദ്രനെ വെച്ച് പറയാൻ സാധിക്കും. ഞാൻ നിൽക്കില്ല കാരണം ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ചന്ദ്ര ശനി ബന്ധം ഒരു ജാതകത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവന് വൃത്തിയ കൈ എഴുകൽ കൂടുതലായിരിക്കും. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ മണ്ടാരെ? അതിന് അവനെ ഇന്റർവ്യൂ ചെയ്യണ്ട, നേരെ അങ്ങോട്ട് ചോദിക്കാം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യ കക്കൂസി പോയിട്ട് എന്നെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? നായരേട്ടാ, വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ഭർത്താവ് പറഞ്ഞു അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ആദ്യം ചെയ്തിട്ട് ചെയ്യണ കക്കൂസ് ചുമര് കഴുകും, ചുമര്. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്ക്. അത് കഴിഞ്ഞിട്ട് ഇരിക്കുള്ളൂ അവിടെ, അത്രമാത്രം. എന്നിട്ടൊന്ന് കുളിച്ചിട്ടേ വരുവുള്ളൂ. കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഒരു മിന്നായം പോലെ കണ്ടു കാണും അല്ലേ? കൊല്ല് ഇതിലും ഭേദം മരിക്കുന്ന
എനിക്ക് മതിയായി. ഗ്രീക്ക് പദങ്ങളുടെ തർജ്ജമയാണ്. അതൊക്കെ ഇവിടെ ചുമ്മാ പറയുന്നതാണ്. ഇത് ആര് പറയുന്നത്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. സമയത്ത് നിങ്ങൾ അയാളുടെ വിദ്യാഭ്യാസം, സാമ്പത്തികാവസ്ഥ, ആരോഗ്യം, മരണം എഴുതുമോ? മരണത്തെ കുറിച്ച് എഴുതും. അത് പ്രദേശത്ത് ഒരു പ്രളയം ബാധിക്കുന്നു, ഒരു സുനാമി അടിക്കുന്നു, അല്ലെങ്കിൽ ഭൂമി ഉൽക്കം ഉണ്ടാവുന്നു. ഈ എല്ലാവരുടെയും ജാതകം ഒരുപോലെ ആയിരുന്നിരിക്കുമോ? അതല്ല ഉദ്ദേശം. ഞാൻ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഈ ഗർഭിണിയെ കണ്ടിട്ട് ആ ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ജാതകം എഴുതി കൊടുത്ത ജ്യോത്സ്യന്മാര് കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി, ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചതിന് മറുപടി, ചോദിച്ചതിന് മറുപടി മറുപടി ചോദിച്ചതിന് ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അതായത് ഭാഗ്യക്കുറി നമ്പർ കണ്ടുപിടിക്കാനുള്ള, നമ്പർ നോക്കി കണ്ടുപിടിക്കാനുള്ള പരിപാടി ജ്യോത്സ്യന്മാരുടെ ജോലി അല്ലത്. വേൾഡ് കപ്പ് പറ്റുമോ? വേൾഡ് കപ്പ് അതിനോട് വേൾഡ് കപ്പ് പറ്റുമോ? ഞാൻ വേൾഡ് കപ്പ് പ്രവചിക്കാൻ പറ്റും. വേൾഡ് കപ്പ് പോലുള്ളത് പ്രവചിക്കാൻ പറ്റും. നോണ, കല്ല് വെച്ച നോണ. UDF അധികാരത്തിൽ വരുമെന്നും 100 സീറ്റുകൾക്ക് അപ്പുറത്ത് പോകുമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടുന്നു പ്രവചിച്ച ആളാണ് ഞാൻ. ശരി, അത് VD സതീശനും പ്രവചിച്ചിരുന്നു. ഈ ജ്യോതിഷം പൗരാണിക മനഃശാസ്ത്രമാണെന്നാണ് പറഞ്ഞത്. ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? യുങ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ശാസ്ത്രീയമായ ഒരുപാട് ധാരണകൾ യുങ്ങും ഫ്രോയിഡും അക്കാലത്ത് സ്വീകരിച്ചിരുന്നു. അത് പിന്നീട് മോഡേൺ ന്യൂറോൺ സയൻസ് തള്ളിക്കളഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. ഒരു മണ്ടത്തരം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും പറയാം, അറബിയിലും പറയാം, മലയാളത്തിലും സംസ്കൃതത്തിലും പറയാം. അയ്യോ എനിക്കിപ്പോ ബോധം പോകും. പറഞ്ഞുതരാം. അത് പറയൂ ആദ്യം. ഭൂമി പറഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾ ആകാശത്ത് ചുറ്റിക്കറങ്ങണ്ട, ഭൂമിയിലേക്ക് ഇറങ്ങ്. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? കുഞ്ഞിന്റെ ജന്മം തൊട്ട് മരണാനന്ത ക്രിയകൾ വരെ ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതത്തെയും ചൂഷണം ചെയ്യാനുള്ള ഒരു രേഖയാണ് ഇവർ എഴുതി കൊടുക്കുന്ന ജാതകം. அவ இந்த மாதிரி நம்ம முகத்துல காரி துப்புறத பாத்துக்கிட்டு இருக்கணுமா? It is quite your inefficiency. You have to answer for it. അതുകൊണ്ട് കേട്ടോണ്ട് നിൽക്കുന്നത് നല്ലത്. എന്റെ അടുത്ത് കൊണ്ടുവന്നൊരു കുട്ടി, അവരുടെ കഷ്ടകാലം. അപ്പോ അവിടെ നിന്ന് ഞാൻ ആ കുട്ടിയുടെ ഗ്രഹനില നോക്കിയപ്പോ രക്തത്തിന്റെ കാരകനായിരിക്കുന്ന ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുക. വേണ്ട, ഇവനെ പുറത്തൂടണ്ട, അകത്തൂടണ്ട. അവനാ വാതുക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. ഞാൻ പറഞ്ഞു ഇവനൊരു ബാധയുമല്ല. ഇവന്റെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇവൻ വെട്ടി വീഴുന്നതെന്ന് പറഞ്ഞു. അവർ അമൃതായി കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അസുഖം തന്നെയായിരുന്നു. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? പറയുന്നുണ്ടല്ലോ 7 ചൊവ്വ 8 ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വ ദോഷം. എന്താ ഈ 7 ചൊവ്വ 8 ചൊവ്വ എന്ന് പറഞ്ഞാല്? ഉദയരാശിയിൽ നിന്നും 7 ഭാവങ്ങൾ ഇങ്ങോട്ട് വെക്കും, 7 രാശികൾ ഇങ്ങോട്ട് കണക്കുകൂട്ടും. അപ്പൊ 7ാമത്തെ രാശി അസ്തമിച്ചിട്ടുണ്ടാവും. വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവർ ഈ പറയുന്ന 7ലും 8ലും നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്നത് ആ സമയത്ത് അസ്തമിച്ചിട്ടുണ്ടാവും. ബിസിനസ്സിലെ തടസ്സം, വിവാഹത്തിലെ തടസ്സം, വിസയിലെ തടസ്സം, ടിക്കറ്റിലെ തടസ്സം, ഇതൊക്കെ മാറ്റിക്കൊടുക്കാൻ മരുന്നും മന്ത്രവും ഏലസും ഉറുക്കും കെട്ടിക്കൊടുക്കുന്ന ഉസ്താദുമാർ ഒരു ഭാഗത്തുണ്ട്. ഞാൻ ഒരു ചായ കുടിച്ചിട്ടില്ല. ആസ്ട്രോടോക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ചോദ്യത്തിന് ഉത്തരം വേണം. ഞാൻ നിങ്ങളുടെ ഭാവി പ്രവചിക്കുകയാണ്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. പരമ്പരാഗത ജ്യോത്സ്യന്മാരുടെ ഭാവി ഞാൻ പ്രവചിക്കാൻ പോവാണ്. നിങ്ങൾ ആരെങ്കിലും ആസ്ട്രോടോക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കച്ചവടം പൂട്ടി. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവന്മാരിടിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് തമിഴ് അറിയാല്ല. വണ്ടിക്കറി അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തുപോയി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.